ഹായ് ഗായ്സ്, കിലബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പരാടമാണ് ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 നോമിനേഷൻസ് ആണുള്ളത്. 7 പേരിൽ ഇതിൽ കുറച്ച് പേർ വീക്ക് കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ ഇടപെട്ട് അട്ടിമറി മുന്നേറ്റങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്തതെന്നും കൂടെ നിങ്ങളെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വരുമ്പോൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാത്രി 11 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷൻ യാതൊരു മാറ്റവുമില്ല. വമ്പിച്ചൊരു മുന്നേറ്റമാണ് മറ്റുള്ള മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 94,300 എന്ന കൂറ്റം വോട്ട് നേടിയാണ് 1-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. 2-ാം പൊസിഷനിൽ ഇപ്പോഴും സിജോ തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ പുറകിലേക്ക് പോയിരുന്ന സിജോ 2-ാം പൊസിഷനിലേക്ക് വന്നതിന് ശേഷം പിന്നെ പുറകിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 71,203 എന്ന നല്ലൊരു വോട്ട് നേടി 2-ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സിജോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3-ാം പൊസിഷനിൽ ശ്രീധുവാണ്. ശ്രീധു ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തി സിജോയും അട്ടിമറിച്ച് 2-ാം പൊസിഷനിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ 3-ാം പൊസിഷനിൽ തന്നെയാണ്. നേരത്തെ ചെറിയൊരു വോട്ടിന് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ലൊരു വോട്ടിന് ഡിഫറൻസ് ഉണ്ട് സിജോയുമായിട്ട്. ഇപ്പോൾ 70,980 വോട്ട് നേടി 3-ാം പൊസിഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടർന്ന്. അപ്സര കാര്യമായ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇല്ലെങ്കിലും കൂടെ താരതമ്യേന കുഴപ്പമില്ലാത്തൊരു വോട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 64,700 വോട്ട് നേടി 4-ാം പൊസിഷനിൽ സുരക്ഷിതമായ നിലകൊള്ളുകയാണ് അപ്സര. 5-ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റം നടത്തി നന്ദന കയറിവെന്നാണ് എല്ലാവരും അതിശയിപ്പിച്ചിരിക്കുന്നത്. ശരണ്യെ അട്ടിമറിച്ചുകൊണ്ടാണ് 50,525 എന്ന വോട്ട് നേടി തൻ്റെ പൊസിഷൻ 5-ാം പൊസിഷനിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും സേഫ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നന്ദന. 6-ാം പൊസിഷനിലേക്ക് ശരണ്യെ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഡേഞ്ചർ സോണിലാണ്, പുറത്തു പോകാനും ചാൻസ് കൽപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തി 5-ാം പൊസിഷനിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും 6-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 49,201 വോട്ട് നേടി ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോൾ ശരണ്യ. 7-ാം പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ് തുടരുന്നത്. ശ്രീരേഖ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ വളരെ രീതിയിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയാണ്. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ശ്രീരേഖ. ഇപ്പോൾ 48,201 വോട്ട് നേടി ശരണ്യയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് ഇവർക്ക് വളരെ നിർണായകമാണ്. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്